കണ്ണൂരിലാണ് മുഹമ്മദ് ജബ്ബാറിൻ്റെ വീട്. അർജുൻ കല്യാൺ, മുഹമ്മദ് ജബ്ബാറിൻ്റെ സംസ്കാരം എപ്പോഴാണ്? മുഹമ്മദ് ജബ്ബാറാണ് ആ വാഹനം എടുത്തത്. പക്ഷേ ഒരിക്കലും ഒന്നിച്ചുള്ള ഒരു യാത്ര ഇതുപോലെ കണ്ണീരോടെ നാട്ടിലേക്ക് മടങ്ങുന്നൊരു യാത്രയായിരിക്കുമെന്ന് മുഹമ്മദ് ജബ്ബാറും ഓർത്തിട്ടുണ്ടാകില്ല. വലിയ വിഷമമുണ്ടാക്കുന്ന കാഴ്ചകളാണ് നമ്മൾ ഓരോ വീട്ടിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിൽ എപ്പോഴാണ് സംസ്കാര ചടങ്ങ്? സുജയ, വൈകുന്നേരം 7:30 മൃതദേഹം കണ്ണൂരിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. 9 മണിയോടുകൂടി വീടിന് തൊട്ടടുത്തുള്ള ദേവാംബർ ജുമാ മസ്ജിദിൻ്റെ ഖബർസ്ഥാനിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്യുക. ഈ മുഹമ്മദ് ജബ്ബാറിൻ്റെ പിതാവും അതുപോലെ തന്നെ സഹോദരനും എറണാകുളത്ത് എത്തി ഈ മൃതദേഹത്തിനോടൊപ്പം തന്നെ അവർ കണ്ണൂരിലേക്ക് എത്തുകയാണ്. നാട്ടുകാരോടെല്ലാവരോടും മുഹമ്മദ് ജബ്ബാറിനെ പറ്റി സംസാരിക്കുമ്പോൾ വളരെയധികം മിടുക്കനായിട്ടുള്ള, നാട്ടുകാരോടൊക്കെ വളരെ സൗമ്യനായ രീതിയിൽ എല്ലായ്പ്പോഴും സംസാരിക്കുന്ന ഒരു യുവാവാണ് മുഹമ്മദ് ജബ്ബാർ എന്നുള്ളതാണ് അവരെല്ലാം പറയുന്നത്. 2 ദിവസങ്ങൾക്ക് മുൻപ് നാട്ടിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് ആലപ്പുഴയിലേക്ക് മടങ്ങിപ്പോയത്. ഇങ്ങനെയൊരു മടക്കയാത്ര ഉണ്ടാവുമെന്ന് ഈ നാട്ടിലെ ഒരാളും ഈ കുടുംബാംഗങ്ങൾ ആരും തന്നെ ഒരു ഘട്ടത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു മടക്കയാത്രയാണ്. പിതാവും അതുപോലെ തന്നെ 3 സഹോദരങ്ങളുമാണുള്ളത്. ഇരട്ട സഹോദരൻ തിരുവനന്തപുരത്ത് പഠിക്കുകയാണ്. അവർ എറണാകുളത്തേക്ക് എത്തി മൃതദേഹത്തിനോടൊപ്പം തന്നെ കണ്ണൂരിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. മറ്റ് ഉമ്മയും അതുപോലെ തന്നെ മറ്റ് സഹോദരങ്ങളും എല്ലാം തന്നെ വലിയ രീതിയിൽ സങ്കടകരമായ അവസ്ഥയിലാണ്. നമ്മൾക്ക് നേരിട്ട് അവരോട് സംസാരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അവരൊക്കെ ഒരു വല്ലാത്തൊരു അങ്കലാപ്പിലും അല്ലെങ്കിൽ അങ്ങനെ ഒരു വേദനാജനകമായ ഒരു സാഹചര്യത്തിലാണ് അവരെല്ലാം ഉള്ളത്. ഒരിക്കലും പോലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം 2 ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ ഉണ്ടായതാണ്. ഇവിടെ നിന്ന് നാട്ടുകാരോട് ഉൾപ്പെടെ വലിയ രീതിയിൽ സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് മടങ്ങിപ്പോകുന്നത്. തീർച്ചയായും അർജുൻ, തിരികെ എത്താൻ നമുക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ അവിടേക്ക് വീണ്ടും വരാം.